റിയാസ് ഖാൻ ഒരു പൗരുഷം നിറഞ്ഞ ഒരു വേഷം കൊടുത്ത് ബാലേട്ടൻ അങ്ങനെയുള്ള റഹ്മാനൊക്കെ. അല്ല, റിയാസ് ഖാൻ ഞാൻ പറയാം, റിയാസ് ഖാനെ സംബന്ധിച്ച് റിയാസ് ഖാൻ എന്നുള്ളതല്ല, ഞാൻ ഏതൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴും എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത്, ഞാനൊരിക്കലും എൻ്റെ ശബ്ദം അവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നോക്കാറില്ല. ഞാൻ ചെയ്യുന്നത് ആ ആർട്ടിസ്റ്റിൻ്റെ ഉള്ളിലുള്ള സാധനം തന്നെ അവരുടെ ശൈലിയിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലുകയോ ചെയ്യുന്നത്. അങ്ങനെയാണ് ബാലേട്ടനിലെ പോട്ടടാ ബാലേട്ട എന്ന് പറയുന്ന ഡയലോഗ് ഹിറ്റായിട്ടുണ്ടെങ്കിൽ ആ ബാലേട്ട എന്നുള്ള ആ പോട്ടടാ ബാലേട്ട എന്നുള്ള റിയാസ് ഖാൻ പറയുമ്പോൾ അതിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരക്ഷരത്തിൻ്റെ എന്താണ് കയറ്റി പറഞ്ഞിട്ടുണ്ട്. ഇട്ട എന്ന അക്ഷരം അദ്ദേഹം കുറച്ച് കയറ്റിയാണ് പറഞ്ഞത്. പൈലറ്റിൽ അദ്ദേഹം അഭിനയിച്ചപ്പോൾ പോട്ടടാ ബാലേട്ട എന്ന് എവിടെയോ ഒരു സ്ഥലത്ത് പുള്ളി പറഞ്ഞു. ഞാനെന്ത് ചെയ്തു, ആ ഇട്ട എന്ന അക്ഷരം എടുത്തു പറയുന്നത് ആ സിനിമയിൽ ഇദ്ദേഹം പറയുന്ന എല്ലാ സ്ഥലത്തും അത് കേട്ടിട്ട് അതിനെ ഒരു മാനറിസമാക്കി ആ ക്യാരക്ടറിനെ കുറച്ചും കൂടി ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലി തന്നെ ഞാൻ എടുത്തിട്ട് ചെയ്യുക ചെയ്തത്. അങ്ങനെ ചെയ്തപ്പോൾ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ അത് ഹിറ്റായി. ഇപ്പോൾ എവിടെ ചെന്നാലും നമ്മളെക്കുറിച്ച് പറയുമ്പോഴും എന്നോട് പലപ്പോഴും ഡയലോഗ് പറയാൻ ചേട്ടാ ആ ഡയലോഗ് പോട്ടേടാ ബാലേട്ടാ ഒന്ന് പറയട്ടാ എന്താ പറയുക. അല്ല, കണ്ണടച്ചിരിക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ റിയാസ് ഖാൻ എന്ന് പറയുന്ന നടൻ ഇങ്ങനെ ഉണ്ടെന്ന് പോലും അറിയുന്ന ആ സിനിമയിലൂടെയാണ്. ആ ശബ്ദം ഒരുപാട് പ്രാധാന്യം കൊടുത്തു. അതിനു മുമ്പും റിയാസ് ഖാൻ എന്ന് പറയുന്ന നടൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ആരും നോട്ടീസ് ചെയ്തിട്ടുണ്ട്, നായകനായിട്ട് വരെ അഭിനയിച്ചിട്ടുണ്ട്. അല്ല, എങ്കിലും ഒരു കൈ തന്നിട്ട് കൊള്ളാം ചേട്ടാ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം നമുക്കില്ല. അങ്ങനെ തന്നിട്ടില്ല. ഇല്ല, ഇതുവരെ പുള്ളി അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ തമ്മിൽ ആകപ്പാടെ അങ്ങനെ സംസാരിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോഴും സെലിബ്രിറ്റി ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഞങ്ങൾ സെൻറ്റ് പോൾസിൽ ഒരു പ്രാവശ്യം അവിടെ വെച്ച് കണ്ടിരുന്നു. ഈ CCLൻ്റെ ട്രയൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനും പങ്കെടുത്തായിരുന്നു. നമുക്ക് ചെറിയൊരു ക്രിക്കറ്റിൻ്റെ അസ്ക്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സെലിബ്രിറ്റി ക്രിക്കറ്റ് ടീമിലൊക്കെ ഞാൻ കളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ പ്രാവശ്യം, പക്ഷേ അവിടെയൊന്നും പുള്ളി ഡബിങ്ങിനെ കുറിച്ചോ ഞാൻ അദ്ദേഹത്തിന് ശബ്ദം കൊടുത്തതിനെക്കുറിച്ചോ ഒന്നും പുള്ളി പറഞ്ഞിട്ടില്ല. ഞാനൊട്ട് ചോദിക്കാനും പോയിട്ടില്ല. അത്രേ ഉള്ളൂ. അതൊരു അഭിമാനത്തെ വിഷയമാണെന്ന് ചേട്ടൻ വിചാരിക്കുന്നു? അല്ല, ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഞാൻ പറയില്ലേ, ഈ ഇമേജിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകാം. എനിക്കറിയില്ല, അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അതായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ബോധേഡല്ലായിരിക്കാം. ഇനി നമ്മൾ അവർക്ക് കിട്ടിയ ആ പടത്തിലൂടെ അവർക്ക് കിട്ടിയ ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഇത് ഷെയർ ചെയ്ത് പോകണ്ട എന്ന് വിചാരിച്ചിട്ടാവാം. ഓക്കെ. ഈ റഹ്മാൻ തുടക്കം മുതൽ ഒരുപാട് ഡബിങ് ആർട്ടിസ്റ്റ് ഡബ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ചേട്ടൻ്റെ ശബ്ദം ഒരുപാട് രജിസ്റ്റർ ചെയ്യപ്പെട്ട വോയിസാണ്. അദ്ദേഹത്തിന് പറഞ്ഞ എന്തെങ്കിലും ഒരു ഇല്ല, അത് ഞാൻ പറയട്ടെ. എന്താ സംഭവിച്ചാൽ, ഈ റഹ്മാൻ എന്ന് പറയുന്ന നടൻ മലയാളത്തിലേക്ക് വന്നപ്പോൾ തൊട്ട് അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഒന്ന് കൃഷ്ണേന്ദ്രൻ ചേട്ടൻ, പിന്നെ ഇടവേള ബാബു, പിന്നെ അങ്ങനെ ഈ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇങ്ങേരും ഉണ്ടെന്ന് തോന്നുന്നു, ചന്ദ്രമോഹൻ ചേട്ടൻ ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും ചെയ്തേക്കുന്നത് കൃഷ്ണേന്ദ്രൻ ചേട്ടനാണ്. കാരണം ചോക്ലേറ്റ് വോയിസ് എന്ന് പറയില്ലേ, ഈ വളരെ എന്താണ് പറയുന്നത്, പ്രണയ നായകന്മാരുടെ വോയിസ് എന്ന് പറയുന്നത് വളരെ സ്വീറ്റ് വോയിസ് ആയിരിക്കും. നമ്മുടെ പോലെ ഇങ്ങനെ പാറപ്പുറത്ത് ചിരട്ടിയിട്ടറിയുന്ന ശബ്ദമായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ അങ്ങനത്തെ ശബ്ദമാണ് സാധാരണ ഉപയോഗിക്കുന്നത്. പക്ഷേ കുറേ കാലത്തിന് ശേഷം, അത് ഈ മലയാള സിനിമയിൽ നിന്ന് പോയിട്ട് പുള്ളിന് തമിഴിൽ മാത്രമൊക്കെ ആയിട്ട് നിന്നതിന് ശേഷം കുറേ കാലത്തിന് ശേഷം വീണ്ടും മലയാള സിനിമയിലേക്ക് ശക്തമായൊരു തിരിച്ചുവരവ് നടത്തിയ സിനിമയാണ് ബ്ലാക്ക് എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ബ്ലാക്കിൽ പുള്ളിക്കാരൻ ഒരു പോലീസ് ഓഫീസറായിട്ടാണ്. അപ്പോൾ അതിൽ ഈ സ്വീറ്റ് വോയിസ് കൊണ്ട് നടക്കില്ല കാര്യം. അപ്പോൾ അതുകൊണ്ട് അവർ എന്നെ വിളിച്ചു. ആ ബ്ലാക്കിൽ ഞാൻ ഡബ് ചെയ്തു. ഇപ്പോഴും അതിനുശേഷം ബ്ലാക്ക് എന്ന് പറയുന്ന സിനിമ ഇപ്പോഴും റഹ്മാന് വേണ്ടി ഡബ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്നെ വിളിക്കുമ്പോൾ പറയുന്നത് ആ ബ്ലാക്കിലെ ശബ്ദം വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ബ്ലാക്കിൽ നമ്മൾ കൊടുത്ത ശബ്ദം, പക്ഷേ ബ്ലാക്കിലെ ശബ്ദം എനിക്ക് ട്രാഫിക്കിൽ അദ്ദേഹത്തിന് വേണ്ടി കൊടുക്കാൻ പറ്റില്ല. കാരണം ട്രാഫിക്കിൽ അത്രയും ഒരു ഡെപ്ത്ത് അല്ലെങ്കിൽ ഒരു ഭയങ്കര ബേസ്, ഭയങ്കര കുറച്ച് റഫായിട്ടുള്ള സംഭവം വേണ്ട. അതിനകത്തൊരു സൂപ്പർ സ്റ്റാറായിട്ടാണ് അഭിനയിക്കുന്നത്. ആ സൂപ്പർ സ്റ്റാർ അതിൻ്റെ ഡയറക്ടറോട് ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഇത് ഇന്ന ആളെ കണ്ടുകൊണ്ടല്ലേ ഈ ക്യാരക്ടർ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതേ ചേട്ടാ ഞാനും അത് കണ്ടോട്ടെ എൻ്റെ മനസ്സിൽ എന്ന് ചോദിച്ചു. ചേട്ടാ ഇമിറ്റേറ്റ് ചെയ്യണ്ട. ഞാൻ പറഞ്ഞു ഇമിറ്റേറ്റ് ചെയ്യുന്നില്ല, എൻ്റെ മനസ്സിൽ അത് കണ്ടോട്ടെ എന്ന് ചോദിച്ചു. കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെയാണ് അത് ചെയ്തേക്കുന്നത് ട്രാഫിക്ക്.
ആ ട്രാഫിക് പടം കണ്ടാൽ അറിയാൻ പറ്റും, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നില്ല. പക്ഷേ ഈ ഇടയ്ക്ക് ഞാൻ അതിനുശേഷം ഞാൻ പറയാം അമൽ നീരദിൻ്റെ ബാച്ചിലേഴ്സ് പാർട്ടി, അതിനകത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനതിനകത്തൊരു വില്ലനെ ഡബ് ചെയ്ത്, ഒരു ഹിന്ദി നടനാണ്. എന്നെ വിളിച്ചു, ഞാൻ പോയി അദ്ദേഹത്തിന് ഡബ് ചെയ്തു, തിരിച്ചു പോന്നു. അത് കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കുന്നു, ചേട്ടാ ഒന്നുകൂടി വരണമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കറക്ഷൻ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. ഞാൻ നേരെ തിരിച്ച് വീണ്ടും എറണാകുളത്ത് വന്നു. അപ്പോഴാണ് പുള്ളി പറയുന്നത്, ചേട്ടാ അതെ ഞാൻ ഈ റഹ്മാൻ ബ്ലാക്കിൽ ആരാ ഡബ് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, വേറൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ ഞാൻ ആശ്വസിച്ചു, എന്നാൽ റഹ്മാൻ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കാം, ഈ വില്ലന് ചേട്ടനെ കൊണ്ട് ചെയ്യിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ പറയുന്ന ഡബ്ബിങ് ആർട്ടിസ്റ്റ് വന്ന് ഡബ് ചെയ്തപ്പോൾ ബ്ലാക്കിലെ ശബ്ദം വരുന്നില്ല. അപ്പോൾ പറഞ്ഞു ആ ബ്ലാക്കിലെ ശബ്ദം വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡബ്ബിങ് ആർട്ടിസ്റ്റ് പറഞ്ഞു, ബ്ലാക്കിൽ ഞാനല്ല ചെയ്തത്, ശോഭിയാണ് ചെയ്തതെന്ന് പറഞ്ഞു. ആണോ, അയ്യോ സോറി എന്ന് പറഞ്ഞിട്ട് വിട്ടു. അപ്പോൾ പിന്നെ രണ്ടാമത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, റഹ്മാന് വേണ്ടി ചേട്ടൻ ഡബ് ചെയ്യണമെന്ന്, നമുക്ക് ആ ബ്ലാക്കിലെ വോയിസാണ് വേണ്ടത്. അങ്ങനെ ഞാനത് റഹ്മാന് വേണ്ടി ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ മറ്റേതോ? മറ്റേത് നമുക്ക് വേറെ ആരെ കൊണ്ടും ചെയ്യിക്കാമെന്ന്. അവസാനം റഹ്മാൻ ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ആ വില്ലനും കൂടി ഒന്ന് ഡബ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ് അല്ല അത് കോമ്പിനേഷനൊക്കെ ഇല്ലേ, അത് പ്രശ്നമാവില്ലേ. അല്ല ചേട്ടാ ചേട്ടനെ ഒന്ന് മാറ്റി പിടിക്കാം. ഞാൻ എന്ത് ചെയ്തു, ആ വില്ലൻ്റെ ശബ്ദമില്ലേ, അയാളുടെ ഒറിജിനൽ ശബ്ദം, ആ ഒറിജിനൽ ശബ്ദം അയാളുടെ ഒറിജിനൽ സ്റ്റൈലിലേക്ക് മാറ്റിയിട്ട് റഹ്മാന് കൊടുത്ത ശബ്ദത്തിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു വോയിസ് അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു. രണ്ടും പേർക്കും ഞാനാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര വ്യത്യാസം. വലുതായിട്ട് പിടിക്കില്ല, അങ്ങനെ പെട്ടെന്നൊരാൾക്ക് പിടിക്കാൻ പറ്റില്ല. അല്ല, ഒടുവിൽ ആ റഹ്മാൻ ആ സത്യം മനസ്സിലാക്കി, ഇനി ശബ്ദം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നടൻ എന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്വന്തം ശബ്ദമാണ് ഉപയോഗിക്കുന്നത്. ഈ നടന്മാർ സ്വന്തം ശബ്ദം ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങളെപ്പോലുള്ള ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾക്ക് വെല്ലുവിളിയല്ലേ ഇനിയുള്ള കാലഘട്ടത്തിൽ? വെല്ലുവിളിയാണോ എന്ന് ചോദിച്ചാൽ റഹ്മാൻ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അതറിയാം, നമ്മുടെ മലയാളത്തിൽ ഈ അതായത് മെയിൽ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച്, ഫീമെയിൽ ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിൽ ഞാനത് പറയില്ല, മെയിൽ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് എല്ലാവരും ഓൺ വോയിസ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾക്ക് താരതമ്യേന ഓപ്പർച്യൂണിറ്റി കുറവായിരിക്കും. വളരെ റെയറായിട്ടാണ് ഈ പറയുന്ന അന്യഭാഷാ നടന്മാർ വരുന്നത്. അവർക്ക് വേണ്ടി മാത്രമേ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളുടെ വോയിസ് ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഇപ്പോൾ ആകെപ്പാടെയുള്ള ആശ്വാസം എന്ന് പറയുന്നത് OTT വന്നതിന് ശേഷം ഈ എല്ലാ പടങ്ങൾക്കും ഡിഫറെൻറ്റ് ലാംഗ്വേജ് വേണം. ഇപ്പോൾ നമ്മൾ OTT എടുക്കുമ്പോൾ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഹിന്ദി സെലക്ട് ചെയ്യുമ്പോൾ ഹിന്ദിയിൽ വരണമെന്നുണ്ടെങ്കിൽ ഹിന്ദിയിൽ ഡബ് ചെയ്യണ്ടേ. അപ്പോൾ എല്ലാ പടവും എല്ലാ ഭാഷയിലും ഡബ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അത് ഡബ്ബിങ് ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് ഒരു ആശ്വാസമാണ്. അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നേരത്തെ നമ്മൾ ചെയ്യുന്നുണ്ട്, അത് പക്ഷേ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയായിരുന്നെങ്കിലും ഇപ്പം നമ്മൾ പുതിയ വോയിസുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഓഡിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓൾ കേരള ബേസിൽ ഇപ്പം നമ്മൾ 3 സ്ഥലത്ത് പ്രിലിമിനറി ഓഡിഷൻ ആയിട്ട് തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും സംഘടിപ്പിച്ചു. നമ്മൾ വിളിച്ചപ്പോൾ ടോട്ടൽ 2500 ആപ്ലിക്കേഷൻ വന്നു. ഈ 2500 ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മളിപ്പോൾ പ്രിലിമിനറി നടത്തി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഒരു 700-ന് താഴെ ആക്കിയിട്ടുണ്ട്. ഈ 700 പേരെ ഇനി ഫൈനൽ ഓഡിഷൻ വിളിക്കും. അത് സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ലിപ്സിങ്ക് ചെയ്ത് ഡബ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ കാരണം, നമ്മളത് നടത്താനുള്ള കാരണം, ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്നൊരു തോന്നില്ലേ? ഒന്നുമില്ല, സ്വന്തം കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്ന പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതല്ല നമ്മൾ ചെയ്യുന്നത്. കാരണം നിരന്തരം പല സംവിധായകരും നമ്മളോട് ആവശ്യപ്പെടുന്നു, നമ്മളോടല്ല സ്റ്റുഡിയോയിൽ ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്, ഈ ശോഭിതിലേനും ദേവിയും മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഭാഗ്യലക്ഷ്മി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ മറ്റേ കുറേ വർഷങ്ങളായിട്ട് ഡബ് ചെയ്യുന്ന കുറേ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, അവരുടെ പേര് ഇവരെ മാത്രം കണ്ട് മടുത്തില്ലേ, പുതിയ ആളുകളില്ലേ എന്ന് ചോദിക്കും. ആ പുതിയ ആളുകൾ വേണമെന്ന് ആവശ്യപ്പെടുന്ന ഡയറക്ടേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫെഫ്ക ഡബ്ബിംഗ് യൂണിയൻ തന്നെ മുൻകൈയെടുത്ത് ഇങ്ങനൊരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, പുതിയ വോയിസുകൾ കണ്ടെത്തുക. നല്ല റെസ്പോൺസ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. പുതിയ വോയിസുകൾ കണ്ടെത്തുക എന്നുള്ളത് നമ്മളുടെ ഒരു ഇതായിട്ട് നമ്മൾ അങ്ങനെ മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ പ്രത്യേകിച്ച് ആർക്കും വേണ്ടിയിട്ടല്ല. മലയാള സിനിമയിലെ പുതിയ ആളുകൾക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു സിനിമയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. അതായത് സിനിമയിലെ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ചൂഷണം ചെയ്യപ്പെടലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ ഇപ്പോൾ വലിയ വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചൂഷണങ്ങളൊന്നുമില്ലാതെ നമുക്ക് സിനിമയിലേക്ക് കയറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒരു വാതിൽ തുറന്നു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ ഒരു തരത്തിലുള്ള ചൂഷണവുമില്ല. നമ്മളിത് ആർക്കും വേണ്ടിയല്ല ചെയ്യുന്നത്, മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് പുതിയ വോയിസുകൾ കണ്ടെത്തുന്നു. ഈ കണ്ടെത്തുന്ന വോയിസുകൾ നമ്മളത് ഓരോരുത്തരുടെയും പേരിൽ ആ വോയിസ് വരെ നമ്മൾ സേവ് ചെയ്ത് വെക്കും. ഇതിൽ നിന്ന് പുതിയ വോയിസുകൾ വേണ്ടവർക്ക് സ്പീക്ക് ചെയ്യാം. നല്ലൊരു അറ്റംപ്റ്റ് ആട്ടോ, സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ.